ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമായ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ കൊടുങ്കാറ്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കെട്ടുറപ്പിനെ പരീക്ഷിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രതിസന്ധിയെ മറികടക്കാനും അതിനെ അവസരമാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. അതിനായി നയതന്ത്ര മാർഗങ്ങളും ബദൽ ആഗോള കൂട്ടായ്മകളും ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട്. തീരുവയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതടക്കമുള്ള പരിഹാര നടപടികൾ രാജ്യം ആലോചിക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആഗോള വ്യാപാരത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും അധിക തീരുവ കാരണം ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക തിരിച്ചടിയുടെ ദുരിതം കുറയ്ക്കാനും ഇന്ത്യ ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. തീരുവ വിഷയത്തിൽ ഇന്ത്യ US ബന്ധം ഉലയുന്നതിനിടെ നിർണായക പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നതായും സൂചന പുറത്തുവന്നു. US കമ്പനിയുമായി $100 കോടി കരാർ ഒപ്പിടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട്. തേജസ് യുദ്ധവിമാനങ്ങളുടെ അത്യാധുനിക പതിപ്പായ LCA Mark 1A വിഭാഗത്തിനുള്ള എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഇന്ത്യ ഒപ്പുവയ്ക്കുക. GE-404 വിഭാഗത്തിൽപ്പെട്ട 113 എഞ്ചിനുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. US കമ്പനിയായ GEയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സെപ്റ്റംബറോടെ കരാർ ഒപ്പിടുമെന്നും വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവ തർക്കം തുടരുന്നതിനിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 4 തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചതായിട്ടാണ് ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടൺ ആൽജെമൈൻ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് US കമ്പനിയുമായി $100 കോടി കരാർ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നത്. തിരുവ തർക്കം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് US കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാർ ഒപ്പിടുന്നത്. LCA Mark 1A വിഭാഗത്തിൽപ്പെട്ട 97 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 62,000 കോടി രൂപയുടെ കരാർ ഒപ്പുവച്ചിരുന്നു. നേരത്തെ വ്യോമസേനയ്ക്കായി വാങ്ങുന്ന LCA Mark 1A വിഭാഗത്തിൽപ്പെട്ട 83 യുദ്ധവിമാനങ്ങൾക്കായി 99 GE-404 എഞ്ചിനുകൾ വാങ്ങാനും HALഉം GEയും തമ്മിൽ കരാറുണ്ട്. ഇത്തരത്തിലുള്ള 113 എഞ്ചിനുകൾ കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവച്ചിട്ടുള്ളത്. ഇതോടെ ആകെ 202 GE-404 എഞ്ചിനുകൾ GEയിൽ നിന്ന് HNL വാങ്ങും. വ്യോമസേനയിൽ MiG-21 വിമാനങ്ങളുടെ സേവനം ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തേജസ് വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ നിരയിൽ കൂടുതലായി വിന്യസിക്കാൻ ഒരുങ്ങുന്നത്. വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ കരുത്താകും. 97 തേജസ് Mark 1A യുദ്ധവിമാനങ്ങളാണ് വാങ്ങുക. ഇതിനായി 62,000 കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുക. ഇതിനുള്ള കരാർ ഉടൻ തന്നെ ഒപ്പിടും.